ബഹ്റൈനിലേക്ക് വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം. പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ ഒമാൻ തീരത്ത് ഇത്തരത്തിലൊരു കപ്പൽ ആക്രമിക്കപ്പെട്ടിരുന്നു ഈ ഇറാൻ US ധാരണയ്ക്ക് ശേഷം. അതിന് പിന്നാലെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നിൽ ആരാണ് എന്ന് അറിവായിട്ടുണ്ടോ? അതിൽ ഇറാനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ റഹീസ്? പ്രജിൻ, ക്രിസ്റ്റീന, ഏതാണ്ട് സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കയുണർത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി അമേരിക്കയും ഒപ്പം തന്നെ ഇറാനും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്കൻ പ്രതിനിധി എത്തുകയും ഒപ്പം തന്നെ ഇറാൻ മറ്റു തരത്തിലുമൊക്കെ ചർച്ച നടത്തി ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെയും പൊതുവായിട്ടുള്ള ഒരു അവരുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നു. അതിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. പിന്നാലെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നുണ്ട്. അതിനു ശേഷമാണ് ഇന്ന് രാവിലെ തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ബഹ്റൈൻ തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിച്ച് പറയുന്നത്. ആക്രമണങ്ങളെ ബഹ്റൈൻ ശക്തമായി അപലപിക്കുന്നുണ്ട്. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും കാരാറിന് വിരുദ്ധമായിട്ട് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഹീനമായ പ്രവൃത്തിയാണെന്നും അതിനെ ഭീകര പ്രവർത്തനം എന്നുള്ള രീതിയിൽ, ഭീകരാക്രമണം എന്ന രീതിയിൽ തന്നെ ഇറാൻ ആ തരത്തിൽ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായത് വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഒന്നാകെ ആ നിലയ്ക്ക് സുരക്ഷയൊക്കെയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ തോതിലുള്ള ഒരു ആക്രമണമായി മാറില്ല എന്ന് പ്രതീക്ഷിക്കുക കൂടി ചെയ്യാം. ഇരുഭാഗത്തും കരാറുകളുണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ സംഘർഷത്തിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലേക്കൊരു സൈനിക ഏറ്റുമുട്ടലുകൾ എന്നുള്ള നിലയിലേക്ക് ഒരു വലിയ തോതിൽ ഈ ഹോർമുസിലടക്കം ആ നിലയിലേക്ക് അത് മാറില്ല എന്നുള്ളത് പ്രതീക്ഷിക്കാം. അപ്പോഴും ഇത്തരത്തിൽ ആശങ്കയുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഗൾഫ് മേഖലയിൽ ആക്രമണം ഉണ്ടായി എന്ന് രാവിലെ വന്ന വിവരം, ആ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സമയം ഉറപ്പിച്ചു പറയാൻ കൂടി കഴിയുന്നുണ്ട്. പ്രജിൻ, ശരി, എന്തായാലും ആ മട്ടിൽ പഴയതുപോലെയുള്ള ആക്രമണം ഉണ്ടാവാതിരിക്കട്ടെ. സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഒരു തിരിച്ചുവരവിന്റെ സൂചനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു, അതിന്റെ പ്രതിഫലനം രാജ്യത്തും ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു. വിലക്കുറവുണ്ടായേക്കുമെന്ന സൂചന വരുന്നു. മൊത്തം വിലക്കയറ്റത്തിലൊക്കെ കുറവ് വരുന്നു. അങ്ങനെ സാമ്പത്തിക മേഖലയും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും ഒക്കെ ഒന്ന് ഉണർന്നു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാതിരിക്കട്ടെ, അത് തീരെ ഇല്ലാതാവട്ടെ. തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.